രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ രാമ. എല്ലാ ഭക്തമനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പുണ്യമായിട്ടുള്ള ഈ ഒരു രാമായണ മാസത്തിൽ ഭഗവാന്റെ കഥകളാണ് നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് സുന്ദരകാന്ഡമാണ്. സുന്ദരകാന്ഡമാണ് ഇനി നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. പറയുകയാണ്, ആ ഹനുമാൻ സ്വാമി അവിടെ ലീലകളാണ് പ്രധാനമായിട്ടും ഈ സുന്ദരകാന്ഡത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് കളകാഞ്ചി വൃത്തത്തിലാണ് ഈ സുന്ദരകാന്ഡം അത് എഴുതിയിട്ടുള്ളത്. കളകാഞ്ചി വൃത്തത്തിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സകല ശുഗ കുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥനീലകൾ കേട്ടാൽ മതിവര. വളരെ സുഖമായിട്ടുള്ള ഒരു വൃത്തത്തിലാണ് ഇത് തയ്യാറാക്കിയത്. കേൾക്കാനും വളരെ സുഖമാണ്. അതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ സുന്ദരകാന്ഡം എന്ന് ഈ കാണ്ഡത്തിന് പേര് വന്നത് തന്നെ. അതിനകത്ത് ഹനുമാൻ സ്വാമി ആണ് സുന്ദരനെന്നും ആചാര്യന്മാർ പറയാറുണ്ട്. അങ്ങനെ ഹിമശിഖരി സുതയോടോ പാർവതീദേവിയോട് ഭഗവാൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ ഭഗവാന്റെ ആ കഥകൾ പറയുകയാണ്. അങ്ങനെ ആ ശതകയോജന വിസ്തൃതം, അതായത് 100 യോജന വിസ്തൃതമുള്ള സമുദ്രം തരണം ചെയ്ത് ഹനുമാൻ സ്വാമി നേരെ ആ ലങ്കയിലേക്ക് മഹേന്ദ്ര പർവ്വതത്തിന് മുകളിൽ നിന്നും കുതിക്കുകയാണ്. അങ്ങനെ ആ കുതിച്ചു പോകുന്ന സമയത്ത്, അതായത് വാലൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് വാലും നിജമേറ്റം ഉയർത്തി പരത്തി കരങ്ങളും അങ്ങനെ കയ്യൊക്കെ പരത്തി ഇങ്ങനെ പിടിച്ചിട്ട് ആ ദശവദനപുരിയെ ലക്ഷ്യമാക്കിയിട്ട് ദക്ഷിണ ദിക്ക് നോക്കിയിട്ട് അങ്ങനെ ആ ഹനുമാൻ സമുദ്ര ലംഘനം ചെയ്യാൻ ആരംഭിക്കുകയാണ്. അപ്പോഴാണ് ഈ പതകപതിരിവ, അതായത് ദേവന്മാര് വിചാരിക്കുകയാണ് ഈ ഹനുമാന് അവിടെ പോയി ഇതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടോ, ശക്തിയുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിന് മാത്രം ശക്തി മാത്രം പോരാ, കുറേ ബുദ്ധിയും കാര്യങ്ങളും എല്ലാം വേണം. അപ്പോൾ ഹനുമാന് ഇതൊക്കെ സാധിക്കുമോ എന്നറിയാനായിട്ട് ആ ദേവന്മാരെല്ലാവരും കൂടി ഹനുമാൻ സ്വാമി ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ട് സുരസ എന്ന് പറയുന്ന ഒരു ദേവസ്ത്രീയോട് തന്നെ പറയുകയാണ്. അവിടെ ഒരു മായാവേഷത്തിൽ അവിടെ ചെന്നിട്ട് ഹനുമാനോട് പറയുകയാണ്, അതായത് കഠിനതരം അലറി, വളരെ ദേഷ്യത്തോടുകൂടി അലറിക്കൊണ്ട് ഈ സുരസ വന്ന് പറയുകയാണ്, നീ എന്നെ കണ്ടില്ലേ? ഇതുവഴി നടക്കാനായിട്ട് എന്താ പറയുക, ഒരുവിധപ്പെട്ട ആൾക്കും ധൈര്യമില്ല. ഇങ്ങനെ നടക്കുന്നവരെ പിടിച്ച് ഭക്ഷിക്കാൻ എനിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഭയരഹിതം ഇതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിനുമാം കൽപ്പിച്ചതീശ്വരൻ. എന്നോട് ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട്, ഭയമില്ലാതെ ഇതിലും വഴി നടക്കുന്നവരെയൊക്കെ നീ എടുത്ത് ഭക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് വിശപ്പും ദാഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ എൻ്റെ വയറിലേക്ക് കയറിക്കൊള്ളൂ, അതായത് നീ എനിക്ക് ഭക്ഷണമായിക്കോളൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് മറ്റൊന്നും ഓർത്ത് നീ സമയം കളയണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ സുരസയുടെ വർത്തമാനമൊക്കെ കേട്ടപ്പോഴത്തേക്കും അനിലാത്മജൻ, ആ വായുപുത്രനായിട്ടുള്ള ഹനുമാൻ പറയുകയാണ്, ഞാനിപ്പോൾ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, സീതാന്വേഷണത്തിന് വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഞാൻ നിശിചരപുരിയിൽ, അതായത് ആ രാക്ഷസന്മാരുടെ ആ ഒരു കോട്ടയിൽ, ആ ലങ്കയിൽ ഞാൻ ചെന്നിട്ട് അത് ഞാൻ സീതാദേവി ഒന്ന് കാണട്ടെ. എന്നിട്ട് ആ സീതാദേവിയുടെ ചരിതം മുഴുവൻ എൻ്റെ രാമനോട് ഞാനൊന്ന് ചെന്ന് അറിയിച്ചോളട്ടെ. അതിനുശേഷം സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ അവിടുത്തെ ഭക്ഷണമായി വരാം എന്ന് പറയുകയാണ്. അതുകൊണ്ട്
ദേവി അങ്ങ് എനിക്ക് വഴി തരൂ എന്ന് പറയുകയാണ്. അത് ഞാൻ അങ്ങയെ നമസ്കരിക്കുകയാണ്. അപ്പോൾ എന്നിട്ടും ഈ സുരസ വിടുന്നില്ല. സുരസ പറയുകയാണ്, എനിക്ക് ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ, എനിക്ക് വിശപ്പും ദാഹവും അതികഠിനമായിട്ടുണ്ട്. മാനസി സഭ സുദൃഢമിതി യതി സപതി സാദരം. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ ദേവി, അവിടുന്ന് വാ തുറന്നോ, ഞാൻ അങ്ങേക്ക് ഭക്ഷണമായിക്കൊള്ളാം എന്ന് പറയാണ്. എന്നിട്ട് ഹനുമാൻ എന്ത് ചെയ്തു? തൻ്റെ ശരീരം 1 യോജന വലുതാക്കി അങ്ങ് നിർത്തി. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ഈ സുരസയ്ക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നി. അപ്പോൾ സുരസ എന്ത് ചെയ്തു? അത്ഭുതമായ 5 യോജന വിസ്തൃതം, അതായത് അതിലധിക തരവതന വിവരമുടനാകുലമത്ഭുതമായ 5 യോജന വിസ്തൃതം. അപ്പം സുരസ 5 യോജന വാ പൊളിച്ചു വെച്ചു. പവനതനയനും അതിന് ചടുതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം. ഉടനെ ഹനുമാൻ എന്ത് ചെയ്തു? ഭഗവാൻ എന്തെങ്കിലും പിന്നെ 10 യോജന വളർന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമി 10 യോജനയായിട്ട് തൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം കൂട്ടി. അപ്പോൾ പവനതനയനും അതിചടിതി ദശയോജന പരിമിതി കലർന്ന് കാണായോരനന്തരം നിജമനസി ഗുരുകുതുകമൊടു സുരസയും തഥാ നിന്നാൾ 20 യോജന വായുമായി. അപ്പോൾ സുരസ എന്ത് ചെയ്തു? അത്രയായോ, നീ ഒരു വാനരനായിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെയാണോ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ 20 യോജന സുരസയും വലുതായി. മുഖകുഹരം അതിവിപുലമിതി കരുതി മാരുതി. അപ്പോൾ മാരുതി എന്ത് ചെയ്തു? 30 യോജന വണ്ണമാമയോ. മാരുതി അപ്പം 30 യോജനയായിട്ട് വലുതായി. ഭഗവാന് 8 എന്താ പറയുക സിദ്ധികൾ ഉള്ള, അഷ്ടൈശ്വര്യ സിദ്ധിയുള്ള ആളാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ അണിമ, ലഖിമ, ഗരിമ, അങ്ങനെ അഷ്ടൈശ്വര്യ സിദ്ധികളും നേടിയിട്ടുള്ള ഒരു മഹാദേവന്റെ ബീജത്തിൽ നിന്നുണ്ടായതാണ് ഹനുമാൻ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? 30 യോജനയായിട്ട് വലുതായി. 30 യോജന വണ്ണം അലമലം ഇതയമലൻ അരുതു ജയമാർക്കും. അങ്ങനെയായോ, എന്നാൽ പിന്നെ ധാര ജയിക്കണം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുരസ 50 യോജന വാ പിളർന്നു തന്നെ. അപ്പോൾ എന്ത് ചെയ്തു? 50 യോജന വായ അങ്ങോട്ട് പിളർത്തി. അത്രയും വലുതായി സുരസ. അതുപോഴതു. അപ്പോൾ പവനസുതൻ അതികൃശരീരനായി അങ്കുഷ്ടതുല്യനായി ഉൾപ്പുക്കരുടെ ഉടനെ എന്ത് ചെയ്തു? ഒരു ചെറുവിരലിനോടും പെട്ടെന്ന് തന്നെ ഈ പവനസുതൻ, ഈ ഹനുമാൻ ചെറുതായിട്ട് എന്ത് ചെയ്തു? സുരസയുടെ വായിലൂടെ കയറി നേരെ ചെവിയിലൂടെ പുറത്തേക്ക് വന്നു. എന്നിട്ട് ഗംഭീരമായിട്ട് ഒന്ന് സ്തുതിക്കുകയാണ് ചെയ്തു. ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ ചരണമിഹ ചരണസരസിജയുകളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. ഇപ്പം ഞാൻ നിൻ്റെ ശരീരത്തിനുള്ളിൽ കയറി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്കിപ്പോൾ നിൻ്റെ മകൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ ഞാൻ. അതുകൊണ്ട് എന്നെ നീ അനുഗ്രഹിച്ചാലും എന്നൊക്കെ പറയുകയാണ്. ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ശക്തിയും ആ ബുദ്ധിയും ആ ഒരു എന്താ പറയുക ആ ഒരു കൗശലവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയും ഭഗവാൻ എത്ര രസകരമായിട്ടാണ് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്ത് എടുത്തത്. ഭഗവാന്റെ ആ ഒരു ബുദ്ധിയും അല്ലേ. അപ്പോൾ പറയുകയാണ്, അനുഗ്രഹിക്കുകയാണ്, നീ രാമനെ പോയി കണ്ട് സുഖമോട് പോയി കണ്ട് സീതാദേവിയെ കണ്ട വൃത്താന്തം, അവിടെയുള്ള കാര്യങ്ങളെല്ലാം തിരിച്ച് രാമനോട് ചെന്ന് പറയണം. എന്നിട്ട് രാമൻ ഇവിടെ വന്നിട്ട് ഈ രാക്ഷസ ഗണത്തെ മുഴുവൻ ഒടുക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് ആ സുരസ വീണ്ടും ഹനുമാൻ സ്വാമി ഒരു പ്രാവശ്യം അനുഗ്രഹിച്ചിട്ട് തിരികെ പോവുകയാണ്, ആ ദേവലോകത്തേക്ക് പോയി. അപ്പോഴാണ് ഹനുമാൻ സ്വാമി കുറച്ച് ദൂരം കൂടെ വീണ്ടും ചെല്ലുമ്പോഴാണ് ജലനിധി, അതായത് ആ വരുണൻ ചെന്ന് പറയുകയാണ് ആരോട്? ആ പർവ്വതപുത്രനോട്, പർവ്വതശ്രേഷ്ഠനോട് പറയുകയാണ് ഇപ്പോൾ ആ രാമൻ്റെ കാര്യവുമായിട്ട് ഹനുമാൻ ഇപ്പോൾ ഈ വഴി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പാവം കുറേ നേരമായി ഇങ്ങനെ ആ ഒരു ആകാശ
പർവ്വതത്തിലെ മുകളിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാടുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് കയ്യോ കാലോ ഒക്കെ കുഴയുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് നീ ചെന്നിട്ട് ആ പർവ്വതം ഉയർത്തിക്കൊണ്ട് ചെന്നിട്ട് അവിടെ ഇരുന്ന് കുറച്ച് സമയം വിശപ്പും ദാഹവും ഒക്കെ തീർത്ത് പക്വഫലങ്ങളും മധുര പലഹാരങ്ങളും ഒക്കെ നീ കൊടുക്കണം, അതൊക്കെ നീ ഒരുക്കി വെക്കണം എന്ന് പർവ്വതരാജനോട് പറയുകയാണ്. അപ്പം അങ്ങനെ ആ സമുദ്രത്തിൻ്റെ മുകളിലേക്ക് ഒരു പർവ്വതം ഉയർന്നു വന്നിട്ട് ആ പർവ്വതത്തിൽ ഒരു മനുഷ്യാകാരം പൂണ്ടിട്ട് ആ പർവ്വതരാജൻ നിന്നിട്ട് മൈനാകം പറയുകയാണ്. മൈനാകം എന്നാണ് അതിൻ്റെ പേര്. ഒരു മനുഷ്യൻ്റെ വേഷം ധരിച്ചിട്ട് പറയുകയാണ്, ഹിമശിഖരിതനയൻ അഹമറിക, ഞാൻ പർവ്വതരാജൻ്റെ പുത്രനാണ് കപിവീര. അതുകൊണ്ട് അങ്ങ് എൻ്റെ ശരീരത്തിന്മേലിരുന്ന് കുറച്ച് സമയം വിശപ്പും ദാഹവും ഒക്കെ തീർത്ത് അമൃതസമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ. ആ ആർദ്രപക്വങ്ങളും തണുത്ത പഴങ്ങളൊക്കെ ഭക്ഷിച്ചു കൊള്ളണം, അതായത് എന്നൊക്കെ പറയുകയാണ്. അപ്പം നിനക്ക് ഒത്തിരി ദൂരെ, ഇത്രയും ദൂരത്തു നിന്ന് ചാടി വരികയാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറട്ടെ, ക്ഷീണവും തളർച്ചയും ഒക്കെ മാറട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന മറുപടി എന്ന് പറയുന്നത്, അലമലമിതരുതരുത് രാമകാര്യാർത്ഥമായി ആശു പോകും വിധോ പാർക്കരുതെങ്ങുമേ. നിൻ്റെ എനിക്ക് സ്വീകാര്യം, അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ആ ഒരു മര്യാദയൊക്കെ ഞാൻ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പെരുവഴിയിൽ ശയനങ്ങൾ ചെയ്യുന്നതും, അതായത് രാമൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് മറ്റ് കാര്യങ്ങൾക്കായിട്ടൊന്നും സമയം ചിലവഴിക്കാൻ പാടില്ല. ആദ്യം ആ ഭഗവാന്റെ കാര്യം ചെയ്തിട്ട് വേണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് അനുചിതമായി പോകും. എന്നിട്ട് ആ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് സാധിച്ചു വരട്ടെ, അതിനുശേഷം ഞാൻ നിൻ്റെ അടുത്ത് വന്നിരുന്ന് വിശ്രമിക്കാം എന്ന് പറയും. എനിക്ക് ആദ്യം ആ രാമനോട് വൃത്താന്തങ്ങളെല്ലാം ഞാനൊന്ന് പോയി അറിയിച്ചു കൊള്ളട്ടെ എന്ന് പറയുകയാണ്. പക്ഷേ നിൻ്റെ ബന്ധുസൽക്കാരം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ പരിഗ്രഹിച്ചേനഹം ബന്ധുസൽക്കാരം, നിൻ്റെ ബന്ധുസൽക്കാരം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനിതെല്ലാം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ നീ വിചാരിച്ചുകൊള്ളൂ. എന്നിട്ട് പർവ്വതാധീശ്വരനെ, ആ പർവ്വതസുതനെ എന്ത് ചെയ്തു, ആ ഭഗവാന്റെ കൈകൾ കൊണ്ട് ഒന്ന് തലോടി വളരെ സ്നേഹത്തോടു കൂടി ഒന്ന് തലോടി. എന്നിട്ട് അവിടുന്ന് നേരെ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ അങ്ങനെ ആ ജലത്തിന് മുകളിൽ കൂടി, ആ സമുദ്രത്തിൻ്റെ മുകളിൽ കൂടി ഹനുമാൻ പോകുന്ന സമയത്താണ് അവിടെ ഹനുമാൻ സ്വാമി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് നീങ്ങുന്നില്ല, ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് തൻ്റെ നിഴലിൽ പിടിച്ച് കൊണ്ടൊരു രാക്ഷസ സ്ത്രീ നിൽക്കുകയാണ്. ആ നിഴലിൽ പിടിച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹനുമാന് അനങ്ങാൻ പറ്റുന്നില്ല, ഒരു അല്പം പോലും, കുറച്ചു പോലും അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നോക്കി ഇതാരാണ് തന്നെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു രാക്ഷസിയാണെന്ന് മനസ്സിലായി. സിംഹിക എന്നാണ് പേര് ഇവരുടെ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, തൻ്റെ അംഘ്രിപാതേന, തൻ്റെ കാലുകൊണ്ട് തന്നെ ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ഉടനെ തന്നെ ആ ഒരൊറ്റ ചവിട്ടിൽ തന്നെ ആ സിംഹിക മരിക്കുകയും ചെയ്തു. വീണ്ടും ഹനുമാൻ സ്വാമി ലങ്ക ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യുകയാണ്. അങ്ങനെയാണ് ഹനുമാൻ സ്വാമി ആ ലങ്കാപുരിയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ കണ്ടപ്പോഴത്തേക്കും എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ള ലങ്ക, സുവർണ ലങ്ക, കുസുമ ഫല ദള യുധ വിടപി സങ്കുലം, നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളും അലങ്കാരങ്ങളും വള്ളിച്ചെടികളും അങ്ങനെ വളരെ വളരെ ഗംഭീരമായിട്ട് അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന ലങ്ക. പക്ഷി മൃഗാന്യുതം മണി കനകമയ അമര പുര സദൃശ്യമ അമ്പുതി മധ്യേ കൂടാചലോപരി, വളരെ എന്താ പറയുക, കനകമണികൾ ഒക്കെ അണിയിച്ചൊരുക്കിയ, എന്താ പറയുക, നല്ല ഗംഭീരമായിട്ടുള്ള ആ ഒരു ലങ്കാനഗരം. കനക വിരചിത മതിൽ, അതായത് അതിൻ്റെ മതിൽ പോലും കനകം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ട് തീർക്കാൻ തന്നെ സമയം ധാരാളം വേണ്ടിവരും, ഒരു ദിവസമൊന്നും മതിയാവുകയില്ല. ആ ലങ്കയുടെ ഒരു വർണ്ണനയാണ്. ആ ലങ്കയെ കണ്ടപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്, ഹനുമാന് ഒരു എന്താ പറയുക, ഒരു ബഹുമാനമാണ് ആദ്യമേ. ഇത്ര ഗംഭീരമായിട്ട് ഈ ലങ്ക
ഇങ്ങനെ സംരക്ഷിക്കുന്ന അത് കണ്ടപ്പോൾ ഈ സുവർണമായിട്ട് ഈ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ശരി, അതിൻ്റെ ആ ഒരു സംരക്ഷണവും ഗംഭീരമായ രീതിയിൽ ആ രാവണൻ ചെയ്യുന്നത് കണ്ടപ്പോൾ എത്ര സ്വത്താണ് ഈ ലങ്കയിലുള്ളത്. എല്ലാ രത്നങ്ങളും മതിലുകൾ പോലും സ്വർണ്ണ മതിലുകളാണ് അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ആ ഒരു രാവണൻ്റെ ആ എല്ലാവിധ എന്താ പറയുക പ്രൗഢിയും അതിൻ്റെ അകത്ത് ആ ലങ്ക നഗരത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ലങ്കയുടെ അകത്തേക്ക് കടന്നു, ലങ്കാ പ്രവേശം നടക്കുകയാണ്. അപ്പോഴാണ് അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ഇവിടെ തൻ്റെ ശരീരം ഒന്ന് കുഞ്ഞാക്കി, കടുകിനോട് സമമായിട്ട് ചെറുതാക്കി. ഹനുമാൻ സ്വാമിയുടെ അടുത്ത സിദ്ധിയാണത്. അപ്പം വലുതാക്കാൻ പറ്റും, എത്ര വേണമെങ്കിലും വലുതാക്കാൻ പറ്റും, എത്ര വേണമെങ്കിലും ചെറുതാക്കാൻ പറ്റും, ശരീരത്തിൻ്റെ ഭാരം കൂട്ടാൻ പറ്റും. അതാണ് ഗരിമ. അതായത് നമ്മൾ എന്താ പറയുക, മഹാഭാരതത്തിൻ്റെ അകത്ത് ഭീമൻ കല്യാണ സൗഗന്ധികം എടുക്കാൻ പോകുമ്പം ഭഗവാനെ അത് വാലെന്നെടുത്ത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലേ. ശരീരത്തിന് ഭാരം അങ്ങോട്ട് കൂട്ടി അവിടെ വയ്ക്കാൻ പറ്റും അല്ലേ. ഭീമനേക്കാളും എത്രയോ ചെറുതായിട്ട് ഹനുമാൻ ഉണ്ടെങ്കിലും ശരി, ഹനുമാൻ്റെ ആ ഒരു വാല് പോലും ഒന്നെടുത്ത് മാറ്റാൻ ഭീമനെ കൊണ്ട് പറ്റുന്നില്ല. അത് മറ്റൊരു സിദ്ധിയാണ്, ഗരിമ എന്ന് പറയും. ഇത് അണിമയാണ്. അപ്പോൾ അണിമ പ്രയോഗിച്ച് അങ്ങനെ ഒരു കുഞ്ഞ് കടുകിനെ സദൃശമായിട്ട് ആ ഹനുമാൻ അവിടെ ആ ലങ്കാ നഗരത്തിലേക്ക് കടക്കുമ്പോഴാണ് ഉടനെ വന്ന് ചോദിക്കുകയാണ്. ഓരോ അലർച്ചയാണ് കേൾക്കുന്നത്, ഒരു രാക്ഷസിയുടെ വേഷത്തിൽ ഒരു അലർച്ച കേൾക്കുകയാണ്. അപ്പോഴാണ് ലങ്കാശ്രീയെ കാണുന്നത്, ലങ്കാലക്ഷ്മി എന്ന് പറയും. ചോദിക്കുകയാണ്, നീ ആരാണ്, എന്തിനാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയത്, നീ ആരാണ്, വല്ല കള്ളനുമാണോ, എന്താ നിൻ്റെ ഉദ്ദേശം എന്താണ്? അസുരനാണെങ്കിലും ദേവനാണെങ്കിലും മനുഷ്യനാണെങ്കിലും പശുവാണെങ്കിലും എന്ത് മൃഗമാണെങ്കിലും ശരി, എന്ത് ജന്തുവാണെങ്കിലും ശരി, ഞാൻ അറിയാതെ ഒരു ഈച്ചയ്ക്ക് പോലും ഇതിൻ്റെ അകത്തേക്ക് കയറാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് നേരെ വന്നിട്ട് ഒരൊറ്റ അടി കൊടുത്തു നമ്മുടെ ഹനുമാൻ സ്വാമിക്കിട്ട്. ഹനുമാൻ സ്വാമി വെറുതെ ഇരിക്കുമോ? അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, തിരിച്ചൊരൊറ്റ അടി ഈ ലങ്കാലക്ഷ്മിക്കും കൊടുത്തു. അങ്ങനെ ആ അടി കിട്ടിയതും താഴെ വീണു, ചോര വമിച്ചു. അതായത് ഒറ്റ അടി കൊള്ളപ്പോഴത്തേക്കും തന്നെ താഴെ വീണിട്ട് ആ ചോരയൊക്കെ വരാൻ തുടങ്ങി. എന്നിട്ട് ചോദിക്കുകയാണ്, അവിടെ ചോദിച്ചു, കണ്ടില്ലേ നീ എൻ്റെ കൈയുടെ കരുത്ത് നീ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് അപ്പോൾ ഉടനെ തന്നെ ഈ ലങ്കാലക്ഷ്മി പറയുകയാണ്, ഇത് പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ധാതാവുതാൻ, അതായത് ബ്രഹ്മദേവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടത്. ഇത് മുന്നം പറഞ്ഞിട്ടുള്ളതാണ്. സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദളനയനൻ അവനിൽ അവതരിക്കും ഉൾക്കാരുണ്യമോട് അഷ്ടവിംശതി പര്യയേ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥന ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ ത്രേതായുഗത്തിൽ ഇവിടെ രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഇവിടെ ഒന്ന് അവതരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരച്ഛൻ്റെ വാക്ക് സത്യമാക്കുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോരുന്ന സമയത്ത് ആ സീതാദേവിയെ ആ ദശഗ്രീവൻ കട്ടുകൊണ്ടുപോരും. അങ്ങനെ അത് തിരഞ്ഞ് വരുവാനായിട്ട് സഖ്യം ചെയ്യും. ആ സഖ്യം ചെയ്തതിൽ അതിലെ കുറച്ച് വാനരന്മാർ ലങ്കയിലേക്ക് വരും. അതിലൊരു വാനരൻ്റെ കയ്യിൽ നിന്നും നിനക്ക് തല്ല് കിട്ടുമ്പോൾ, അടി കിട്ടുമ്പോൾ നിനക്ക് ശാപമോക്ഷം ഉണ്ടാകും. ബ്രഹ്മാവ് പണ്ട് ശപിച്ച് ദേവലോകത്ത് നിന്ന് ലങ്കയിലേക്ക് വിട്ടതാണ്. അപ്പോൾ അങ്ങനെ അവിടെ ആ രാവണൻ്റെ തല്ല് കൊണ്ടതും അങ്ങനെ ശാപമോക്ഷം ഉണ്ടായി. എന്നിട്ട് ഉടൻ തന്നെ ആ ലങ്കാലക്ഷ്മി ഹനുമാനെ അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, എവിടെയാണ് ഇപ്പം സീതാദേവി ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ലങ്കയും ഇനി നീ ഈ ലങ്ക നിനക്ക് ജയിക്കാൻ സാധിക്കും എന്ന് പറയുകയാണ്. ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്ന് കണ്ടിടുക, നിനക്ക് ഭാഗ്യമുള്ളവനാണ്, നീ ദേവിയെ പോയി കണ്ടുകൊള്ളൂ എന്ന് പറയുകയാണ്. ത്രിദശകുലരിപുദശമുഖാന്തപുരവരെ ദിവ്യലീലാവനെ പാദവസങ്കുലേ നവകുസുമഫല സഹിത വിടവിയുത ശിംശിപ നാമവൃക്ഷത്തിൻ ചുവട്ടിലതിശുച. ശിംശിപ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എന്താ പറയുക, ആ രാക്ഷസനാരികളുടെ നടുവിലായിട്ട് ദേവി അവിടെ ഇരിപ്പുണ്ട്. നിർമ്മലഗാത്രിയാം ജാനകി
സന്തതം. അങ്ങനെ നീ അവളെ കണ്ടതിന് ശേഷം അവളുടെ ചരിതങ്ങളെല്ലാം ആ ഭഗവാൻ അഖില ജഗദധിപതിയായിട്ടുള്ള ആ രഘുത്തമനോട് ചെന്ന് അറിയിക്കണം. അങ്ങനെ പറഞ്ഞ് ശാപമോക്ഷം കിട്ടി ലങ്കാലക്ഷ്മി അവിടുന്ന് തിരികെ ദേവലോകത്തേക്ക് പോയി എന്നാണ് കഥ. അതിനുശേഷം ആ പവനാത്മജൻ ജനകനരപതി വരമകൾക്കും ഭഗവാൻ അവിടെ വന്ന സമയത്ത് ചെമ്മേ വിറച്ചിതു ദശാസ്യനും വാമഭാഗം തുലോം. ദശാസ്യൻ്റെ ഇടത് ഭാഗം ഒന്ന് വിറച്ചു. ഹനുമാൻ സ്വാമി അവിടെ കാലെടുത്ത് വെച്ചത് ഉടനെ തന്നെ ആ സമയത്ത് തന്നെ സീതയുടെ വലതുഭാഗവും ഒന്ന് പെട്ടെന്നൊന്ന് വിറച്ചു എന്നാണ് പറയുന്നത്. അപ്പം ആണുങ്ങൾക്ക് ഇടതുഭാഗം തുടിക്കുന്നത് അത്ര നല്ലതല്ല, ഒരു ദുസ്സൂചനയായിട്ട് പറയുന്നു. എന്നാൽ സ്ത്രീകൾക്ക് വലതുഭാഗം തുടിക്കുന്നത് വളരെ നല്ലതിൻ്റെ ലക്ഷണമായിട്ടും പറയുന്നു. അപ്പോൾ ഹനുമാൻ സ്വാമി വന്നപ്പോഴത്തേക്കും അതിൻ്റെ ലക്ഷണമാണ് ഇവിടെ കണ്ടത്. അപ്പോൾ അങ്ങനെ ആ ലങ്കയിലേക്ക് ചെന്നു. കൃശശരീരനായിട്ട് ആണ് അവിടെ ചെല്ലുന്നത്. ഒരു വളരെ കുഞ്ഞായിട്ട് ഒരു അങ്കുലീയത്തിൻ്റെ ഒരു അത്രയും വലിപ്പത്തിൽ, ഒരു അങ്കുലിയുടെ വലിപ്പത്തിൽ മാത്രം അവിടെ കടന്നു. അപ്പോൾ അവിടെ എല്ലായിടത്തും തിരഞ്ഞു, അപ്പോൾ കാണുന്നില്ല. ശിംശിബാവൃക്ഷം ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ദേശവദനമണി നിലയമായിരിക്കും മമ ദേവി ഇരിപ്പിടമെന്നോർത്ത് മാരുതി, ആ രാവണൻ്റെ കൊട്ടാരത്തിൽ തന്നെ ആയിരിക്കും എൻ്റെ ദേവി ഇരിക്കുന്നതെന്ന് കരുതി അങ്ങനെ അവിടെ തപ്പി നടക്കുമ്പോഴാണ് കനകമണി നികര വിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമൂർത്തിയിടിനാൻ. അപ്പോൾ അവിടെ നോക്കിയിട്ടൊന്നും രാവണൻ്റെ കൊട്ടാരത്തിലൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോഴാണ് ലങ്കാദേവിയുടെ വചനമോർത്തത്. ഊട്ടമ്മയോട് അസുരപുരി കനിവിനോട് ചൊല്ലിയോ ഒരു ഉദ്യാനദേശേ. അപ്പോഴാണ് എന്നോട് ആ ദേവി ഇങ്ങനെ ഒരു ഉദ്യാനദേശത്തിലെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദ്യാനത്തിന് ഉപവനവും അമൃതസമ സലില യുധവാപിയും മുത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും. അങ്ങനെ വീണ്ടും ആ ലങ്കയുടെ വർണ്ണനകളാണ്. ഉത്തുംഗ സൗധങ്ങൾ, ഗോപുരങ്ങൾ, മൊത്തം രത്നവും സ്വർണവും കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. എങ്ങും സുഗന്ധം പരത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ധാരാളം എന്താ പറയുക, നല്ല പഴങ്ങളും ഒക്കെ ഉണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ ലങ്ക അവിടെ രാവണൻ ഭരിക്കുകയാണ്. അപ്പോഴാണ് ആ ഉദ്യാനത്തിൽ ശിംശിബാവൃക്ഷവും അതിനികടം അഖില ജഗദീശ്വര തന്നെയും ആശു കാട്ടിക്കൊടുത്തത്. അപ്പം ആശുകൻ എന്ന് പറഞ്ഞാൽ ആ വായുദേവൻ വന്നിട്ടാണ് ആ ശിംശിബാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ആ അഖില ജഗദീശ്വരി അവിടെ ഇരിക്കുന്നതായിട്ട് കാട്ടിക്കൊടുത്തത്. മലിനതര ചിക്കരവും വസനം പൂണ്ടു, അതായത് വളരെ എന്താ പറയുക മലിനമായിട്ടുള്ള വേഷം, അന്ന് കൊണ്ടുവന്ന വേഷം ഏതാണോ അത് തന്നെ സീത ഇപ്പോഴും ഉടുത്തിരിക്കുന്നത്. എന്നിട്ട് എപ്പോഴും ഭയവിവശയായിട്ട് ആ മണ്ണിൽ അവനിയിൽ ഉരുണ്ടും അവിടെ കിടന്ന് ഉരുണ്ടിട്ട് സദാ ഹൃദി ഭർത്താവ് തന്നെ നിനച്ചലം നയനജലം അനവരതം ഒഴുകി പതിനാമത്തെ രാമേതി ജപിക്കയും ആ എന്താ പറയുക രാവണൻ്റെ ആ ഒരു കോട്ടയിൽ വന്നിട്ട് ആ ദേവി എപ്പോഴും ആ മണ്ണിക്കിടന്നിങ്ങനെ ഉരുണ്ടിട്ട് എന്താണ് രാമൻ്റെ നാമത്തെ തൻ്റെ ഭർത്താവിൻ്റെ എപ്പോഴും നനച്ചുകൊണ്ട് രാമ 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 എന്ന് എപ്പോഴും ജപിച്ചുകൊണ്ട് നയനജലം, കണ്ണിൽ നിന്ന് ജലം ഇങ്ങനെ അനവരതം ഇടതടവില്ലാതെ ഇങ്ങനെ ഒഴുകുകയാണ് സീതയുടെ. ആ രാമൻ്റെ നാമത്തെ ജപിച്ചുകൊണ്ട് അങ്ങനെ സീത അവിടെ ആ ശിംശിബാ വൃക്ഷ ചുവട്ടിലിരിക്കുന്നു. അപ്പോൾ നിശിചരികളൊക്കെ ധാരാളമുണ്ട്. രാക്ഷസിമാരൊക്കെ ചുറ്റിനും വാളുമായിട്ട് നിൽപ്പുണ്ട്. ദേവിയെ കാവലായിട്ട്, ദേവിയെ ഉപദ്രവിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ്, അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ദേവിയെ ഹനുമാൻ സ്വാമി കാണുന്നത്. ദേവിയാം സീതയെ കണ്ടു കപിവരൻ കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം. അദ്ദേഹം ആ ഹനുമാന് കൃതാർത്ഥത തോന്നി. താന് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്നതിന് ഒരു ചാരിതാർത്ഥ്യമായി അദ്ദേഹത്തിന്. അപ്പോൾ ആ രഘുപതിയുടെ ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്, എൻ്റെ പ്രഭുവിൻ്റെ ആ ഒരു ആജ്ഞയെ എനിക്ക് നിറവേറ്റാനായിട്ട് എനിക്ക് സാധിച്ചുവല്ലോ എന്ന് വിചാരിച്ച അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ്
വളരെ ഗംഭീരമായിട്ടുള്ള നാദവും ഘോഷങ്ങളും വാദ്യഘോഷങ്ങളും ഒക്കെ കേൾക്കുന്നു. നോക്കുമ്പോഴാണ് കാണുന്നത് അഴകിയ രാവണനായിട്ട് വരികയാണ് രാവണൻ. ശരീരം മുഴുവനും നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ശരീരത്തിന് മുഴുവൻ ലേപനങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല മന്ദമാരുതൻ ഒക്കെ വീശുന്ന സമയത്ത് ഉണ്ടാകുന്ന മണമൊക്കെ വരാനായിട്ട് നല്ല സെൻറ്റൊക്കെ പൂശി അങ്ങനെ രാവണൻ അങ്ങനെ വരികയാണ്. നല്ല ശൃംഗാര വേഷത്തോടു കൂടിയാണ് വരുന്നത്. ഒരു ചിരിയൊക്കെ ഉണ്ട് മുഖത്ത്. അപ്പോൾ ധാരാളം അസുരന്മാരൊക്കെ കൂടെയുണ്ട് രാവണനെ അനുഗമിച്ചുകൊണ്ട്. അപ്പോൾ രാവണൻ സ്വയം ചിന്തിക്കുകയാണ്, എന്നാണ് ഇനി എൻ്റെ ഈ ശരീരത്തിന് നാശം വരുന്നത്? ആ അഖില ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ നിശിതതര ശരശ കലിതാംഗനായ കേവലേ നിർമ്മലമായ ഭഗവത് പാദാംബുജെ വരദൻ അജൻ അമരും അമൃതാനന്ദ പൂർണ്ണമാ വൈകുണ്ഠരാജ്യം എനിക്കെന്നു കിട്ടുന്നു? എനിക്കിനി എന്നാണ്, ഞാൻ എത്ര കാലമായി ആ ഭഗവാനെ ഇന്ന് വരും നാളെ വരും, ഇന്ന് എന്നെ വധിക്കും നാളെ എന്നെ വധിക്കും എന്ന് വിചാരിച്ച് ഇരിക്കുന്നു. ആ ഭഗവാൻ എന്നോട് ഒരു കരുണയുമില്ലല്ലോ. അഖില ജഗദധിപതിക്ക് എന്നോട് കരുണയില്ലല്ലോ. ആ നിർമ്മലനായിട്ടുള്ള ആ ഭഗവത് പാദാംബുജത്തെ ഞാൻ എത്ര കാലമായിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്കിനി എന്നാണ് തിരികെ എൻ്റെ വൈകുണ്ഠത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയുന്നത്? അതിന് സമയമായി എന്ന് കരുതിയിട്ടാണ് ഭഗവാനെ എന്നെ അങ്ങോട്ട് തേടി വരാത്തതുകൊണ്ടാണ് ഭഗവാനെ ഇനിയെങ്കിലും എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ അംഭോജപുത്രിയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സീതയെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് അധ്യാത്മരാമായണത്തിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഒറിജിനൽ രാമായണത്തിൽ സീതയുടെ സൗന്ദര്യം കേട്ട് ശൂർപ്പണഖയിൽ നിന്നും സീതയുടെ സൗന്ദര്യം കേട്ട് മതിമറന്ന് മതോന്മത്തനായി സീതയെ വിവാഹം കഴിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാവണൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് വാൽമീകി രാമായണത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ അധ്യാത്മരാമായണത്തിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റത് ഇതിഹാസമാണ്. അത് എങ്ങനെയാണോ നടന്ന് അതുപോലെ തന്നെ എഴുതുന്നതാണ് ഇതിഹാസം എന്ന് പറയുന്നത്. ഇതി ഇഹ ആസീത് എന്നാണ് ഇതിഹാസം എന്ന് പറയുന്നത്. ഇതി ഇപ്രകാരം, ഇഹ ഇവിടെ, ആസീത് ഉണ്ടായിരുന്നു, സംഭവിച്ചിരുന്നു. അപ്പോൾ ആ സംഭവിച്ചിരിക്കുന്നത് വാൽമീകി മഹർഷി, രാമൻ്റെ സമകാലികനായിട്ടിരുന്ന ആ സന്യാസി വാൽമീകി മഹർഷി, അതുപോലെ തന്നെ രാമൻ്റെ ജീവിത ചരിത്രം എഴുതി വെച്ചിട്ടുള്ളതാണ് രാമായണം. രാമസ്യ അയനം അല്ലെങ്കിൽ സീതായാഹ അയനം ആണ് രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നും അടർത്തി മാറ്റിയിട്ടില്ല, പുതിയതായിട്ടൊന്നും എഴുതി ചേർത്തിട്ടുമില്ല. അപ്പം അത് അതുപോലെ തന്നെ എഴുതിയിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ വാൽമീകി രാമായണത്തിൽ പറയുന്നത് രാവണന് ആ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളോടുള്ള ആ ഒരു വീക്ക്നെസ് കാരണം ആ രാവണൻ ശരിക്കും സീതയെ വിവാഹം കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് പിടിച്ചുകൊണ്ട് വന്നത്. ഇപ്പോൾ ഇവിടെ അധ്യാത്മരാമായണത്തിൽ ഭക്തി കൂട്ടിക്കലർത്തിയിട്ടാണ് വേദവ്യാസ മഹർഷി എഴുതിയിട്ടുള്ളത്. ആ വേദവ്യാസ മഹർഷിയുടെ അധ്യാത്മരാമായണത്തിൻ്റെ അതുപോലെ തന്നെ ആ അതേ വൃത്താനുവൃത്തം വ്യാഖ്യാനം അല്ല തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളത്. അതേ ഒരു ഛായ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത് രാമായണം കിളിപ്പാട്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നു, രാവണൻ എന്നാണ് ഇനി വൈകുണ്ഠ രാജ്യം എനിക്ക് കിട്ടുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇനിയെങ്കിലും രാമൻ വന്നാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു. അദ്ദേഹം സ്വയം ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, അദ്ദേഹം തലേ ദിവസം ഒരു സ്വപ്നം കണ്ടു. ഇവിടെ രാമൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കപിവരൻ, ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു കവി ഇവിടെ വന്ന് കൃപയോടൊരു കൃപ സദൃശ സൂക്ഷ്മ ശരീരനായിട്ട്, ഒരു കൃമി സദൃശമായിട്ടുള്ള ഒരു സൂക്ഷ്മ ശരീരനായിട്ട് ഇവിടെ വന്ന് ഈ മരത്തിൻ്റെ മുകളിലിരുന്ന് അങ്ങനെ ആ ദേവിയെ കണ്ട്, സീതയെ കണ്ട്, രാമൻ്റെ അഭിപ്രായം, രാമൻ്റെ വാക്കുകൾ സീതയോട് പറഞ്ഞ്, എന്നിട്ടൊരു അടയാളവും കൊടുത്ത്
ആശ്വസിപ്പിച്ചിട്ട് തിരിച്ചു പോകും എന്ന് ഒരു സ്വപ്നം അദ്ദേഹം കണ്ടു. അപ്പോൾ ചെന്ന് അതുപൊഴുതിൽ അവനറിവതിന്നു ഞാൻ ചെന്നു കണ്ടാതേ വളർത്തുവാൻ വാങ്മയാസ്ത്രങ്ങളാൽ രഘുപതിയോടതും അവനശേഷമറിയിച്ചു രാമനിമിങ്ങു കോപിച്ചുടനെ വരും. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞാൻ ചില വാക്കുകളൊക്കെ അവനോട് പറയും, എൻ്റെ അസ്ത്രങ്ങൾ ഇതെല്ലാം കേട്ട് അതും കൂടി അവൻ ചെന്ന് രാമനോട് ചെന്ന് പറയും എന്നൊക്കെ അദ്ദേഹം ഈ രാവണൻ സ്വപ്നം കാണുവാണ്. രണശിരസി സുഖമരണമതിനിശിതമായുള്ള രാമശരമേറ്റെനിക്കും വരും ദൃഢം. അപ്പം അങ്ങനെ ആ രഘുപതിയോട് ഇവിടുത്തെ വൃത്താന്തങ്ങളെല്ലാം ചെന്ന് അറിയിക്കുമ്പോൾ ആ രാമൻ വന്ന് എന്നെ വധിക്കും എന്നാണ് പറയുന്നത്. രാമൻ്റെ ശരമേറ്റ് എന്നെ വധിക്കും എന്ന് അദ്ദേഹം സ്വപ്നം കാണുക. പരമഗതി വരുവതിനു പരമരുപദേശമാം പന്ഥാവിതുമമ പാർക്കയില്ലേതുമേ സുരനിവഹമതി ബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമുക്കണം. ചില സമയത്ത് ചില ആൾക്കാർക്ക് ആ സ്വപ്നമൊക്കെ ചിലപ്പോൾ സത്യമായിട്ടൊക്കെ വന്നുവെന്നൊക്കെ ഇരിക്കാം. നിജ മനസ്സി പലവും ഇത് വിരവോട് നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ. അങ്ങനെ രാവണൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ആ സീതയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്താണ് ഇവിടെ എന്താ പറയുക, തൻ്റെ ഉത്തമാംഗം, തൻ്റെ ആ തല തൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് വെച്ചുകൊണ്ട് സീത തൻ്റെ മുഖം പോലും രാവണൻ കാണരുത് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ആ ദേവിയുടെ സമീപത്ത്, സീതാദേവിയുടെ സമീപത്ത് വന്നിട്ട് ആ രാവണൻ തൊഴുതുകൊണ്ട് പറയുകയാണ്, അനുസരണ മധുര രസഭജന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോട് ചൊല്ലേടിനാൻ പറയുകയാണ്. ശൃണു സുമുഖി ദേവി, അങ്ങ് കേട്ടാലും തവചരണ നളിന ദാസോസ്മ്യകം, അവിടുത്തെ പാദദാസനാണ് ഞാൻ. ശോഭനശീലേ പ്രസീതമേ, അല്ലയോ സുന്ദരി ശോഭനശീലേ, നീ എന്നിൽ പ്രസാദിക്കൂ. നിഖില ജഗദധിപം അസുരേശ്വരമാലോക്യമാം, ഈ ജഗത്തിന് മുഴുവൻ അധിപനാണല്ല അസുരേശ്വരനാണ് ഞാൻ. നിന്നിലെ നീ നീ എന്തിനാണ് നിന്നെ ഇങ്ങനെ മറച്ചു വച്ചിരിക്കുന്നത് സീതേ? ത്വരിതമതി കുതുകമുടുമൊന്നു നോക്കിയിടുമാ, നീ എന്നെ സന്തോഷത്തോടെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യും. തൊൽഗതമാനസനെന്നറികന്നെ നിന്നിലാണ് എൻ്റെ മനസ്സെന്ന് നീ ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ സീതേ. ഭവതി തവരമണമഭിത ശരഥ തനൂജനെ, പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴോ. അവിടെ നിന്റെ ആ ഒരു ഭർത്താവുണ്ടല്ലോ, നിന്റെ രമണൻ, ആ ദശരഥൻ്റെ പുത്രനായിട്ടുള്ള അവനെ പാർത്താൽ നോക്കിയാൽ ചിലർക്ക് കാണാം, ചിലപ്പോഴോ വല്ലപ്പോഴൊക്കെ കാണാം, അത്രയേ ഉള്ളൂ. പല സമയം അഖിലതിശി നന്നായി തിരകിലും ഭാഗ്യമതാമഭി കണ്ടു കിട്ടാവര. ചില സമയത്ത് എത്ര നോക്കിയാലും ചിലപ്പോൾ അതിനെ കാണുക പോലും ഇല്ല. ശരിക്കും ഇവിടെ രാവണൻ പറയുന്നത് എത്ര സത്യമാണ് രാമനെ കുറിച്ച് അല്ലേ. എത്ര ഭക്തിയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഭഗവാനെ കാണാം, അല്ലാത്തവർക്ക് യഥാർത്ഥത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല. അതാണ് പറഞ്ഞത് ഇവിടെ കളിയാക്കിയിട്ടാണെങ്കിലും. സുമുഖി ദശരഥ തനയനാൽ നിനക്കേതുമേ, അല്ലയോ സുന്ദരി സുമുഖി, ഈ ദശരഥൻ്റെ പുത്രനെ കൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് സുന്ദരി കാര്യമില്ലെന്ന് ധരിക്കുന്നത്. പ്രത്യേകിച്ച് നിനക്ക് ഒരു കാര്യമില്ല അവനെ കൊണ്ട്. ഒരു പൊഴുതും അവന് പുനരൊന്നിലും ആശയില്ലോർത്താൽ അവന് ഗുണമില്ലവനോ മലേ. അവന് ഒന്നിനെക്കുറിച്ചും പ്രത്യേകിച്ച് ഒരാശയും ജീവിതത്തിലൊരു ഗുണവും അവനൊന്നും ഇല്ല എന്ന് പറയുകയാണ്. സുദൃഢമനപരതവും ബഹൂഹനം ചെയ്യലും ശുഭ്രോ സുചിരമരികെ വസിക്കലും തവ ഗുണ സമുദയം അലിവോട് ഭുജിക്കലും താൽപര്യം നിന്നിലേതും നിന്നിലില്ലവനേതുമേ. നീ എത്ര കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ചെയ്തു കൊടുത്താലും ശരി, അവന് നിന്നോട് നീ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ ഇനി ഉണ്ടാക്കി കൊടുത്താലും നിന്നോട് പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇല്ല. ശരണം അവനൊരുവരും ഒരിക്കലുമില്ലിനി ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ. ഇനി അവനെ പ്രത്യേകിച്ച് ആരും ശരണവും അഭയവും ഒന്നും കൊടുക്കാനില്ല. അവൻ്റെ ശക്തിയെല്ലാം പോയി എന്ന് പറയുകയാണ്. അവൻ ശക്തിവിഹീനനാണ്, അവന് കീർത്തിയുമില്ല എന്ന് പറയാം. മതരഹിതൻ അറിയരുതു കരുതോ അളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിത മാനവൻ. നിഖില വനചര നിവഹ മധ്യസ്ഥിതൻ ഭൃജം നിഷ്കിഞ്ചന പ്രിയൻ
ഭേദദേഹീനാത്മകൻ. ശോഭജനും ഒരവനി സുരവാവരനും അവനുമൊക്കും വിശ്വാക്കളും ഗോക്കളും. അവന് എന്താ പറയുക, നായാണെങ്കിലും പശുവാണെങ്കിലും മറ്റെന്ത് മൃഗമാണെങ്കിലും ദേവിയാണെങ്കിലും അവന് പ്രത്യേകിച്ച് ഒന്നിനും ഒരാഗ്രഹവും ഒരു താല്പര്യവും ഒന്നുമില്ല. ദേവിയെയും ഒരു വയസ്സായിട്ടുള്ളൊരു സ്ത്രീയെയും ഒക്കെ ആണെങ്കിലും അവന് തമ്മിൽ ഭേദമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അവന് മാത്രമല്ല, ദേവിയൊക്കെ അവനിപ്പോൾ മറന്നും കാണും. അവനിപ്പം എന്താ പറയുക, അവനിപ്പോൾ ദേവിയൊന്നും വേണ്ട, അവനിതൊക്കെ മറന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ അവനെ നീ ഓർക്കണ്ട. നിന്റെ ദാസനാണ് ഞാനിപ്പോൾ ഇവിടെ. ദാസോഹമദ്യ ഭജസ്വമാം. ഇനി നിന്റെ ദാസനായിട്ടെങ്കിലും നീ എന്നെ ഒന്ന് കാണണം എന്ന് പറയുകയാണ്. അപ്പോൾ നീ എന്നിട്ട് നിന്റെ മുഖം കൊണ്ട് നീ എന്നെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യൂ ദേവി എന്ന് പറയുകയാണ്, സീത എന്ന് പറയുകയാണ്. കളയരുത് സമയമിക ചെറുതു വെറുതെ മമ കാന്തേ കളത്രമായി വാഴുക നീ സന്തതം. നീ സമയം ഒട്ടും കളയാതെ നമുക്ക് ആ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് നമുക്കിവിടെ കഴിയാം എന്ന് സീതയോട് പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേവിയുടെ ആ ഒരു ചീറ്റപ്പുലിയെ പോലെയാണ് ഇവിടെ സീതാദേവി ഇവിടെ രാവണനോട് അലറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. സാപിതൃകുലതിലകന്നനിൽ അതീവ ഭിത്യാഭവാൻ. സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതി വിനയമൊടു ശുനീവ അവിരധ്വരെ സാഹസത്തോടുമാം കട്ടുകൊണ്ടില്ലയോ. ആ സവിതൃകുലതിലകൻ അവിടെ ഇല്ലാതിരുന്ന സമയത്ത് അതീവ ഭിത്യാഭവാൻ, നീ പേടിച്ച് വിറച്ചവിടെ വന്നിട്ട് സന്യാസിയായി വന്നിട്ട് ഇരുവരും കാണാതെ എൻ്റെ എൻ്റെ അനുജനും അവിടെ ഇല്ലാതിരുന്ന സമയത്ത് അവരാരും കാണാതെ ഭയത്തോടുകൂടി അതിവിനയമോടുകൂടി നീ ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ട് നീ അതായത് നായ ഹവിരധ്വരെ ആ പൂജാദ്രവ്യം എടുത്തുകൊണ്ട് പോകുന്നത് പോലെ നീ എന്നെ വന്ന് കട്ടുകൊണ്ടു പോയതല്ലേടാ. ഇതാണോ നിന്റെ സാഹസം? ദശവദന സുദൃഢം അനുചിതം, ഇത് ഇതൊന്നും നിനക്ക് നല്ലതിനല്ല എന്ന് നീ ഓർത്തോ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫലം നീ തീർച്ചയായിട്ടും അനുഭവിക്കും. ദൃഢം ദശരഥളിത വപുഷാഭവാൻ ദേഹം വിനാ യമലോകം പ്രവേശിക്കും. ദശരഥപുത്രനായിട്ടുള്ള രാമൻ്റെ കൈകളിലുള്ള അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ നിന്നെ യമലോകം പ്രവേശിപ്പിക്കും രാമൻ. രഘുജനന തിലകനൊരു മനുജനിധി മാനസേ. രാക്ഷസരാജ നിനക്ക് തോറ്റമ്പലാൽ ലവണ. നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു മനുഷ്യനെ കൊണ്ട് എനിക്ക് എന്താണ് എന്നെ ഈ രാമന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. രാക്ഷസരാജ നീ ഒന്ന് ഓർത്തോണം. ലവണ ജലനിധി രഘുപതി തിലകൻ ആശ്രമം ലംഘനം ചെയ്യും, അതിനില്ല സംശയം. ഈ സമുദ്രത്തെ ലംഘനം ചെയ്യാൻ ഭഗവാൻ അത് രാമന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് നീ ഓർത്തോ. നീ ഇപ്പോൾ ഓർക്കുന്നുണ്ടാകും, ഇവിടെ വലിയൊരു സമുദ്രമുണ്ടല്ലോ, ഈ സമുദ്രം കടന്നു വന്ന് നിന്നെ രാമനൊന്നും ചെയ്യുകയില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടാകും. അത് നിന്റെ സംശയം മാത്രമേ ഉള്ളൂ. രാമൻ തീർച്ചയായിട്ടും ഈ ലങ്ക വന്നിട്ട് നിന്നെ വധിക്കുകയും ചെയ്യും. ഈ ലങ്ക ഭസ്മമാക്കും അരക്ഷണാൽ. അതിന് ഭഗവാന് വെറും നിമിഷങ്ങൾ പോലും വേണ്ട, ഒരു ക്ഷണത്തിൻ്റെ പകുതി മതി. അങ്ങനെ ധാരാളം സഹജസുത സജീവ ബലപതികളോട് കൂടവേ സന്നമാം നിന്നോട് സൈന്യവും നിർണയം. നിന്നെ മാത്രമല്ല, നിന്റെ സൈന്യങ്ങളെയും നിന്റെ മന്ത്രിമാരെയും നിന്റെ ഭൃത്യന്മാരെയും നിന്നെ സഹായിക്കുന്നവരെ എല്ലാവരെയും രാമൻ വധിക്കുന്നതായിരിക്കും എന്ന് പറയാണ്. പണ്ട് ധാതാവ് അപേക്ഷിച്ചത് കാരണം, ബ്രഹ്മദേവൻ അപേക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഭഗവാൻ ഈ ലോകപാലകൻ സർവ്വജഗത് പരിപാലകനായിട്ടുള്ള ആ മഹാവിഷ്ണു ഭഗവാൻ ഇവിടെ വന്നിട്ട് രാമനായിട്ട് അവതരിച്ചിരിക്കുന്നത്. നിന്നെ കൊല്ലാനാണ് രാവണ, അത് നീ മറക്കരുത് രാവണ. അതിനൊരു കാരണഭൂത എന്ന് പറയുന്നത് ഞാനാണ്. നീ ഇപ്പം എൻ്റെ അടുക്ക് വന്ന് ഇത്രയും സംസാരിച്ചല്ലോ, നിന്നെ കൊല്ലാനായിട്ടുള്ള കാരണഭൂത എന്ന് പറയുന്നത് ഈ സീതയാണ്, അത് നീ മറക്കരുത് രാവണ എന്ന് പറയുകയാണ്. അതുകൊണ്ട് അറിയുക, തവ മനസ്സിൽ പുനരിനി വിരവിനോട് വന്നാശുമാം കൊണ്ടുപോകും നിന്നെയും കൊന്നവൻ. സീത എത്ര കാര്യം, നിന്നെ കൊന്നിട്ടാണ് എൻ്റെ രാമൻ ഇവിടെ വന്നിട്ട്, നിന്നെ കൊന്നിട്ട് എൻ്റെ രാമൻ എന്നെ തിരികെ കൊണ്ടുപോകും എന്ന് നീ ഓർത്തോ രാവണ എന്ന് പറയണേ.
അങ്ങനെ ആ സീതയുടെ ആ ഒരു ചീറ്റപ്പൊലിയെപ്പോലുള്ള ആ ഒരു വർത്തമാനങ്ങൾ കേട്ടപ്പോഴത്തേക്കും രാവണനാകെ ദേഷ്യമായി. അങ്ങനെ ക്രുദ്ധനായൊരു ദശാനനൻ, ഇവിടെ നിന്റെ ദാസൻ്റെ ദാസൻ്റെ ദാസനായാലും മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞു വന്ന രാവണനാണ്. അപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് കൈ നിന്നെടുത്ത് വാളെടുത്തിട്ട് ആ ദേവിയെ വെട്ടാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്കും ആ മണ്ഡോദരി പിടിച്ച് നിർത്തി. എന്നിട്ട് പറയാണ്, ഒഴുകൊഴുക ദശവദന ശൃണു മമ വചോ ഭവാനല്ലാതെ കാര്യമോരായിക മൂഢപ്രഭോ. ഇങ്ങനെ ഇത്ര മൂഢനാണോ നിങ്ങൾ? നാണമില്ലേ ഇത്? തേജമനുജ തരുണിയേയൊരു ഒരുടയവരുമെന്നിയെ ദീനയായി ദുഃഖിച്ചതീവ കൃശാംഗിയായി പതിവിരക പരവശതമോയോടും ഇഹ പരാലയേ. നിനക്ക് നാണമില്ലേ രാവണ? ഈ ഒരു മനുഷ്യ ആയിട്ടുള്ള ഒരു സ്ത്രീയെ ഉടയവരാരുമില്ലാത്ത സമയത്ത് ദീനയായിട്ട് ദുഃഖിച്ച് അതീവ കൃശാംഗിയായിട്ട് ശരീരമൊക്കെ വിഷമിച്ച് എല്ലും തോലുമായിട്ടിരിക്കുന്ന ഈ കൃശാംഗിയായിട്ടുള്ള ഈ സ്ത്രീയെ പതിവിരഹ പരവശയോടുമിഹ പരാലെ ആ ഭർത്താവിനെ പിരിഞ്ഞത് കൊണ്ടുള്ള ഒരു പരവശത കൊണ്ട് ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് വന്നിരിക്കുന്ന ആ പാതിവ്രത്യം ആലംബിച്ചിരിക്കുന്ന ആ സീതയെ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് വാളുകൊണ്ട് വെട്ടാൻ നീ ഇങ്ങനെ ചെയ്തത് നിനക്ക് എന്ത് നാണക്കേടാണ്? നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ്. മാത്രമോ പകലിരവ് നിശിചരികൾ പരുഷവചനം കേട്ട് ഭാരം വശം കെട്ടിരിക്കുന്നതും ഇവൾ. ഈ രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ഈ രാക്ഷസികൾ എല്ലാവരും കൂടി ഈ സീതയെ എന്തെല്ലാം മോശത്തരങ്ങളാണ് പറയുന്നതെന്ന് നിനക്കറിയാമോ? നീ ഇതല്ലേ പറഞ്ഞു വച്ചിരിക്കുന്നത്? ദുരിതമിതിലധികമിക നഹി നഹി സുദുർമതേ. ഇതുകൊണ്ട് നിനക്ക് അധികം ദുരിതങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. സുദുർമതേ, ദുർമതിയായിട്ടുള്ളവനെ. ദുഷ്കീർത്തി, നിനക്ക് ദുഷ്കീർത്തി ഉണ്ടാകും, നിന്റെ ഈ വീരപരിവേഷമൊക്കെ മാറും എന്ന് പറയുകയാണ്. നിനക്ക് സുരധനുജ ദിതി ഭുജക അപ്സരോ ഗന്ധർവ സുന്ദരി വർഗം നിനക്ക് വശഗതം. നിനക്ക് ദേവസ്ത്രീകളും അസുര സ്ത്രീകളും എന്താ പറയുക അപ്സര സ്ത്രീകളും എല്ലാം നിനക്ക് വശഗതമാണ്. ദശമുഖനും അധിക ജളനാശു മണ്ഡോദരി. പിന്നെ നീ എന്തിനാണ് ഈ സീതയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും മണ്ഡോദരിക്ക് ആ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ലജ്ജയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാവണന് തോന്നിയത്. എന്നിട്ട് ഉടനെ നിശിചരികളോട് രാക്ഷസികളോട് പറയുകയാണ്, സദയം ഒരു ദൈവമില്ലാതെ അവൻ പറയാം, സദയം അവനുമുര ചെയ്തു നിങ്ങൾ പറഞ്ഞ് വശത്ത് വരുത്തുവൻ. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എൻ്റെ ഗുണഗണങ്ങളും കീർത്തിയൊക്കെ പറഞ്ഞ് എൻ്റെ ഒപ്പം ആ സീതയെ കൊണ്ടുവരിക എന്നുള്ളത്, എന്നിൽ വശംബതയാക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ പല പല രീതിയിൽ അങ്ങനെ അവർ ആ സീതയെ പരുഷങ്ങൾ പറഞ്ഞു, രാവണനെ കുറിച്ചുള്ള നല്ലതൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ത്രിജട എന്ന് പറയുന്ന സീതയെ സഹായിക്കുവാനായിട്ട് ഒരു രാക്ഷസ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഈ ദേവിയുടെ അടുത്ത് ഈ ശീലാവതിയായിട്ടുള്ള ഈ ശുദ്ധയായിട്ടുള്ള പരമപവിത്രയായിട്ടുള്ള ഈ സ്ത്രീയെ, രാക്ഷസ സ്ത്രീകളെ നിങ്ങൾ നമസ്കരിക്കൂ, നിങ്ങൾക്ക് നമസ്കരിക്കാൻ മാത്രമേ യോഗ്യതയുള്ളൂ, അങ്ങനെ ചെയ്യണം എന്ന് പറയാണ്. സുഖരഹിത ഹൃദയമൊടുറങ്ങിനേന്നൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനിന്ദ്രിടം അഖില ജഗദധിപനഭിരാമനാം രാമനും ഐരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിവദന ദഹന കണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണശിരസ് ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണം നൽകി മഹിഷിയുമഴകിനോടു മടിയിൽ വെച്ചാതിനാൽ മാനിച്ചു പോ ചെന്ന് അയോധ്യാപുരം മേവിനാൻ. ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. അഖില ജഗതദേവൻ അഖില ജഗത്തിനും ആധാരമായിട്ടുള്ള ആ രാമൻ ഐരാവതത്തിന് മുകളിലേറി ലക്ഷ്മണനോട് കൂടി ഇവിടെ വന്നിട്ട് ശസ്ത്രങ്ങൾ കൊണ്ട് അതിൻ്റെ ഒരു ജാലം തന്നെ സൃഷ്ടിച്ച് ശങ്കാവിഹീനം ഒരു ദാക്ഷിണ്യമില്ലാതെ തന്നെ ആ രാമൻ ഇവിടെ വന്ന് ആ ലങ്ക മുഴുവൻ ദഹിപ്പിച്ച് ചുട്ട് ചാമ്പലാക്കി ദശമുഖനെ നിഗ്രഹിക്കും. എന്നിട്ട് ഈ രാക്ഷസ രാജ്യം ഇത് വിഭീഷണന് കൊടുക്കും. ഇത് ദേവിയെ മടിയിൽ വെച്ചുകൊണ്ട് ചെന്ന് അയോധ്യയിലേക്ക് തിരികെ പോകും എന്ന് പറയുകയാണ്. അങ്ങനെ ഒക്കെ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഈ ദേവിയുടെ
പാദകമലങ്ങളെ ആശ്രയിക്കൂ, നിങ്ങളെല്ലാവരും രാമനെ ആശ്രയിക്കൂ എന്ന് ത്രിജട പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആശ്രയിച്ചാൽ നിങ്ങൾക്കും മംഗളമുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും. കണ്ടില്ലേ, ആ രജനിതര കുലപതിയായിട്ടുള്ള ആ വിഭീഷണൻ ആ ഭഗവാനെ പോയി അഭയം പ്രാപിച്ചത് കണ്ടില്ലേ, ആ രാമനെ പോയി അഭയം പ്രാപിച്ചത് കണ്ടില്ലേ. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സമ്പന്നനാണ്. അദ്ദേഹം ആ വിഭീഷണൻ ഇപ്പോൾ രാമൻ്റെ കരവലയത്തിൻ്റെ ഉള്ളിൽ രാമനാൽ സംരക്ഷിതനാണ്. അദ്ദേഹമായിരിക്കും ഇനി അടുത്ത രാമൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എത്ര വലിയ അസുരനാണെങ്കിലും ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഭഗവാൻ അവനെ ലോകത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരും. കണ്ടില്ലേ നമ്മുടെ വിഭീഷണനെ അദ്ദേഹം തൻ്റെ കൂടെ അനുഗ്രഹം കൊടുത്ത് കൂട്ടുനിർത്തിയത് കണ്ടില്ലേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് കേൾക്കേണ്ടത് ഹനുമത് സീതാ സംവാദമാണ്. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.